കേരളത്തെ നടുക്കിയ ട്രെയിനിലെ ക്രൂരതയുടെ ഇര ശ്രീകുട്ടിക്ക് വേണ്ടി ജീവന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ട്രെയിനിൽ നിന്നും ശ്രീകുട്ടിയെ ചവിട്ടി പുറത്തേക്കിട്ടത് സുരേഷ് തന്നെയെന്ന് പോലീസ് കണ്ടെത്തുകയാണ്. അന്വേഷണ സംഘത്തിന് ട്രെയിനിലെ CCTV ദൃശ്യങ്ങൾ ലഭ്യമായിരിക്കുകയാണ്. സുരേഷും ശ്രീകുട്ടിയും തമ്മിൽ വാക്ക് തർക്കമുണ്ടാകുന്നതിന്റെ ദൃശ്യങ്ങളും CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ജിബിൻ ജെബിയാണ് ആ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നത്. ജിബിൻ, മറ്റ് സംശയങ്ങൾക്കൊന്നും ഇടയില്ല, ഈ വ്യക്തി തന്നെ സുരേഷ് തന്നെയാണ് ഈ ക്രൂരകൃത്യം നടത്തിയതെന്ന് അതിന്റെ വളരെ ഡിജിറ്റൽ എവിഡൻസ് തന്നെ ലഭ്യമായിരിക്കുന്നു. അന്വേഷണത്തെ ഏറ്റവും കൂടുതൽ ബലപ്പെടുത്തുന്ന ഒരു തെളിവാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. ജിബിൻ, അത് തന്നെയാണ് പ്രതീഷ്. കാരണം അന്വേഷണം അതിൻ്റെ നിർണായക ഘട്ടത്തിലായിരുന്നു. ആ സമയത്ത് തന്നെയാണ് കേസിൽ ഏറ്റവും നിർണായകമായ ഒരു തെളിവ് കൂടി കിട്ടിയിരിക്കുന്നത്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് സുരേഷിനെ കസ്റ്റഡിയിലെടുത്ത സമയത്ത് സുരേഷ് ആദ്യം പ്രതികരിച്ചത് താനല്ല, ഒരു അന്യസംസ്ഥാന തൊഴിലാളിയാണ് ഈ 19 വയസ്സുകാരിയായിട്ടുള്ള ശ്രീകുട്ടിയെ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് തള്ളിയിട്ടതെന്നാണ് ആദ്യം പ്രതികരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇത് സംബന്ധിച്ച് വിശദമായ ഒരു തെളിവ് ശേഖരണത്തിന് തന്നെ പ്രത്യേക അന്വേഷണ സംഘം തയ്യാറായത്. പ്രത്യേകിച്ച് ഈ ട്രെയിനിൽ ആ ബോഗിക്കുള്ളിൽ ആ സമയത്തുണ്ടായിരുന്ന യാത്രക്കാരുടെ പ്രതികരണം തേടിയിരുന്നു, അവരുടെ മൊഴിയൊക്കെ ശേഖരിക്കുകയും ചെയ്തിരുന്നു. കൂടെ ഉണ്ടായിരുന്ന അർച്ചനയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ RPFന്റെ നേതൃത്വത്തിൽ ഈ ട്രെയിനിന്റെ അകത്തുണ്ടായിരുന്ന ഈ ബോഗിയിലുണ്ടായിരുന്ന CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്നത്. അതിൽ കൃത്യമായി കാണുന്നുണ്ട്, അതായത് ഈ CCTVയിൽ ഈ 2 പെൺകുട്ടികളും ടോയ്ലറ്റിന്റെ ഭാഗത്തേക്ക് പോകുന്നു, അവിടെ ഡോറിന്റെ സൈഡിൽ ഇയാൾ നിൽപ്പുണ്ടായിരുന്നു. തുടർന്ന് ഇരുവരും തമ്മിൽ വാർക്കേറ്റം ഉണ്ടാകുന്നതിന്റെ ദൃശ്യങ്ങൾ, ഒരു തർക്കം ഉണ്ടാകുന്നതും ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അതിൻ്റെ സമയത്ത് തന്നെ അർച്ചനയും ഇവരോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അർച്ചന പക്ഷേ ആ സമയത്ത് പറഞ്ഞിരുന്നത്, അർച്ചന ഈ സംഭവം നടക്കുന്ന സമയത്ത് ടോയ്ലറ്റിനുള്ളിലായിരുന്നു. പുറത്തേക്ക് വരുമ്പോൾ കാണുന്നത് ഇയാൾ ഈ പെൺകുട്ടിയെ, ഈ 19 വയസ്സുകാരിയെ ശ്രീകുട്ടിയെ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് ചവിട്ടിയിടുന്നതാണ് കണ്ടതെന്നാണ് അർച്ചന പറഞ്ഞിരുന്നത്. പക്ഷേ ഈ CCTV ദൃശ്യങ്ങളിൽ തർക്കം നടക്കുന്ന സമയത്ത് അർച്ചനയുടെ സാന്നിധ്യം കൂടിയുണ്ട്. എന്തായാലും ഈ സുരേഷ് തന്നെയാണ്, ഈ പനച്ചമൂട് സ്വദേശിയായിട്ടുള്ള 50 വയസ്സുകാരനായ സുരേഷ് തന്നെയാണ് ഈ ശ്രീകുട്ടിയെ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് തള്ളിയിട്ടത് എന്നുള്ള ഒരു കാര്യത്തിൽ ഇപ്പോൾ വ്യക്തത വന്നിരിക്കുകയാണ്. പ്രജീഷ്, ശരി, ജീവനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ഈ വാർത്തകൾ എന്തായാലും നമ്മൾ തെളിവ് ശേഖരണം അടക്കം നോക്കുമ്പോൾ ഈ പ്രധാനപ്പെട്ട പ്രതിയെ നാളെ എന്തായാലും കയ്യാമം വെച്ച് റെയിൽവേയുമായി ബന്ധപ്പെട്ട നിരവധി കേസുകളൊക്കെ തന്നെ ഉണ്ടായിരിക്കാം. അപ്പോൾ വളരെ സുശക്തമായ രീതിയിൽ പഴുതുകളില്ലാതെ ഈ അന്വേഷണം മുന്നോട്ട് പോകുമെന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ പ്രതീക്ഷിക്കുമ്പോഴും മറുവശത്ത് ഒരുപാട് ചോദ്യങ്ങൾ, നമ്മൾ കാലങ്ങളായ ആ ചോദ്യങ്ങളുടെ തനിയാവർത്തനമാണ് ഓരോ വർഷങ്ങളിലും ഓരോ മാസങ്ങളിലുമൊക്കെ തന്നെ പലയിടങ്ങളിലായി, ഇന്ത്യയിൽ നടക്കാൻ പലയിടങ്ങളിലായി റെയിൽവേയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത്. ഇതിനൊക്കെ ഒരു അറുതി വേണ്ടേ എന്നൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. അതിൻ്റെ പരിശോധനയിലേക്ക് പോകാം. അശ്വജിത്ത് എന്നോടൊപ്പം ചേരുകയാണ്. അശ്വജിത്ത് ട്രെയിനിൽ സഞ്ചരിക്കുന്ന പതിവായ വീടുകളിൽ കാലങ്ങളിലൊക്കെ തന്നെ വീടുകളിലേക്ക് പോകുന്ന സമയത്തൊക്കെ ട്രെയിനാണ് ആശ്രയം എന്ന പോലെ നമ്മുടെ പല സഹോദരിമാർക്കും അവർ രാവിലെ ജോലി തിരക്കിലേക്കും തൊഴിലിടങ്ങളിലേക്ക് പോകുന്ന സമയം തിരിച്ചു വരുന്നത് ഏറെ വൈകിയാണ്. ചിലപ്പോൾ ഒരു ക്യാബിനിലും ഒക്കെ തന്നെ ഒറ്റപ്പെട്ട് ഇരിക്കുന്ന സമയങ്ങളൊക്കെ ആയിരിക്കാം. അപ്പോൾ അവർക്കൊക്കെ എത്രത്തോളം സുരക്ഷ ഉണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യം. ഇങ്ങനെ പോയാൽ ശരിയാകുമോ? ഇതിനൊരു അറുതി വേണ്ടേ? ഇതിനൊരു ബ്രേക്കിടൽ വേണ്ടേ? അത് എങ്ങനെ സാധ്യമാകും അശ്വജിത്ത്? ഇപ്പോൾ തീർച്ചയായിട്ടും ഇതിനൊരു അറുതി എത്രയും പെട്ടെന്ന് വരുത്തിയേ തീരൂ. അതിനൊരു താൽക്കാലികമായ സൊല്യൂഷൻ കൊണ്ട് സാധ്യമാവുകയില്ല. ഒരു പെർമനൻ്റായ സൊല്യൂഷൻ, അല്ലെങ്കിൽ ഇത് സ്ഥിരമായൊരു സൊല്യൂഷനാണ് നമുക്ക് വേണ്ടത്. ഒരുപക്ഷെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ 1-2 RPF ഉദ്യോഗസ്ഥരെയോ റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥരെയോ അധികമായി നിയോഗിച്ച് ആ ട്രെയിനിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെയുള്ള പട്രോളിംഗ് താൽക്കാലികമായി നടത്തും. വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഈ സംഭവത്തിന്റെ ഞെട്ടലിൽ ഇനി കുറച്ച് ദിവസം ചെക്കിംഗ് നടക്കും. തീർച്ചയായിട്ടും അങ്ങനെ ഒരുപക്ഷെ റെയിൽവേയും ഒപ്പം കേരള പോലീസിന്റെ റെയിൽവേ വിഭാഗവും 2-3 ഉദ്യോഗസ്ഥരെയും ഒക്കെ വേണമെങ്കിൽ ഓരോ ട്രെയിനിൽ അധികമായി നിയോഗിച്ചുകൊണ്ട് ആ സാന്നിധ്യം ഉറപ്പുവരുത്തും. ട്രെയിനിലുണ്ട്, പരിശോധന ശക്തമാവുന്നതൊക്കെ. പക്ഷേ പെർമനൻ്റായി അതിലൊരു സൊല്യൂഷൻ ഉണ്ടാവുന്നില്ല എന്നതാണ് വസ്തുത. അതിൽ നമുക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബോഗികൾ, അതായത് ഒരുപക്ഷെ ഈ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫസ്റ്റ് AC, സെക്കൻഡ് AC പോലുള്ള അല്ലെങ്കിൽ തേർഡ് AC പോലുള്ള ഈ കൂടുതൽ നിരക്ക് കൊടുത്ത് സഞ്ചരിക്കുന്ന ബോഗികളിൽ പോലും ഇപ്പോഴും സുരക്ഷയില്ല എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. ഒപ്പം ഈ ജനറൽ കമ്പാർട്ട്മെന്റുകളിൽ അല്ലെങ്കിൽ സ്ലീപ്പർ കമ്പാർട്ട്മെന്റുകളിൽ ജനറൽ കമ്പാർട്ട്മെന്റിനെ ആശ്രയിക്കുന്ന ആളുകൾ എന്തായിരിക്കും? ഏറ്റവും കൂടുതൽ ശരാശരി അവരുടെ ഒരു സാമൂഹ്യ പശ്ചാത്തലം, അല്ലെങ്കിൽ ഒരു സാമ്പത്തിക പശ്ചാത്തലം കൂടി നമ്മൾ ചിന്തിച്ചു അവർക്ക് ഏറ്റവും ആശ്രയിക്കാൻ കഴിയുന്നത്, അവർക്ക് ദൈനംദിന യാത്രയ്ക്ക് ഏറ്റവും കൂടുതൽ അവർക്ക് സാധ്യമായിട്ടുള്ള ഒരിടമാണ്. അപ്പോൾ അവിടെ ഒരു സുരക്ഷ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ഈ സിസ്റ്റം ആർക്കൊപ്പമാണ്, ആരോടാണ് നീതി പുലർത്തുന്നത്? ജനറൽ കമ്പാർട്ട്മെന്റിൽ നമ്മൾ പൊതുവെ കാണുന്നത് ഒരുപക്ഷെ ഈ റെയിൽവേയുടെ TT പോലും വളരെ അപൂർവമായൊക്കെ ആ ജനറൽ കമ്പാർട്ട്മെന്റിൽ ഏരിയ പോകുന്നതൊന്നും കണ്ടിട്ടില്ല. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പറയുന്നത് ആ ഏരിയയുടെ ഇതുവരെയും അങ്ങനെ പോകാം അവരാരും കണ്ടിട്ടില്ലെന്നാണ്. അത് ഈ പല ട്രെയിനുകളിലും ഈ തിരക്കൊക്കെ അധികമായിട്ടുള്ള ട്രെയിനുകളിലാവട്ടെ സുരക്ഷാ ഉദ്യോഗസ്ഥരും ഉണ്ടാവില്ല, റെയിൽവേ ഉദ്യോഗസ്ഥരും ഉണ്ടാവില്ല, ആരും ഉണ്ടാവില്ല. അതിൽ ഇതുപോലുള്ള സിറ്റുവേഷൻ വരുമ്പോൾ, എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ യാത്രക്കാർ തന്നെ അത് കൈകാര്യം ചെയ്യേണ്ട അവസ്ഥ വരിക എന്ന് പറയുന്നത് ഭീകരമാണ്. പണ്ട് നമ്മുടെ
മോൻസ് MLA ആയിരുന്ന സമയത്ത് ഒരു സമിതിയെ നിയോഗിക്കുന്ന സമയത്ത് ഈ കേരള പോലീസുമായി ബന്ധപ്പെട്ട് കേരള പോലീസിന്റെ എങ്കിലും 1-2 ആളുകളെ ഈ റെയിൽവേ ഈ ട്രെയിനുകളിൽ അപ്പോയിന്റ് ചെയ്യണം, അവരെ ഡ്യൂട്ടിക്ക് ഇടണമെന്ന് പറഞ്ഞിരുന്നു. അത് നടന്നില്ല. പിന്നീട് ഒരു അപായ സൂചനാ സിസ്റ്റം ഉണ്ടാകണം. എത്രയോ നമുക്ക് കാലോചിതമായിട്ട് ആപ്പുകൾ സഹിതം റെയിൽവേയുടെ തന്നെ സ്വന്തമായിട്ട് ആപ്പുകൾ വരുന്നു. അങ്ങനെയൊക്കെയുള്ള ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉള്ളയിടത്ത് ഇത്തരം കാര്യങ്ങൾക്ക് എന്താണ് തടസ്സം? എന്താണ് നമ്മൾ ഈ കൊടുക്കുന്ന ടിക്കറ്റിൽ, അതായത് നമ്മൾ ഓർത്തു നോക്കണം, ഈ ഇന്ത്യയിൽ തന്നെ ഒരുപക്ഷെ കൃത്യമായി ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്ന സംസ്ഥാനം കേരളമായിരിക്കും, മലയാളികളായിരിക്കും. ഇവിടെ നമ്മൾ ഈ കൊടുക്കുന്ന ടിക്കറ്റിൽ ഒരു വിഹിതം നമ്മുടെ സുരക്ഷയ്ക്ക് കൂടിയുള്ളതാണ്. അതിൽ നമുക്ക് പ്രൊട്ടക്ഷൻ തരിക എന്നുള്ളത് റെയിൽവേയുടെയും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളുടെയും ഉത്തരവാദിത്തമാണ്, അത് അവകാശമാണ്. അപ്പോൾ ഒരു കാര്യം കൂടി അശ്വത്ത്, ഈ മദ്യപിച്ച് ട്രെയിനകത്ത് കയറുന്ന ആളുകളെ അവരെ പ്രതിരോധിക്കാൻ നമുക്ക് എങ്ങനെ കഴിയും? നിലവിൽ അതിനുള്ള സംവിധാനം നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലുമില്ല, ട്രെയിനിലുമില്ല എന്നുള്ളതാണ് വാസ്തവം. വിചാരിച്ചാൽ നടക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അതിനൊരു സിസ്റ്റമാറ്റിക് ആയ സംവിധാനം നമ്മൾ കൊണ്ടുവന്നേ മതിയാവൂ. നിലവിലെ സാഹചര്യത്തിൽ ആർക്കും ട്രെയിനകത്ത് എവിടെയും ഏത് ബോഗിയിലും എളുപ്പത്തിൽ മദ്യപിക്കാതിരുന്ന് കുപ്പി പൊട്ടിച്ച് മദ്യം ഒഴിച്ച് കുടിക്കാവുന്ന സംവിധാനത്തിൽ പോലും എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ടും അവിടെ TTAമാരുണ്ടല്ലോ, അവർ അല്ലെങ്കിൽ പോട്ടെ. അത് പറഞ്ഞപ്പോൾ നമുക്കൊരു കാര്യം കൂടെ ആഡ് ചെയ്യാം. ഇന്ന് കണ്ണൂരിലുണ്ടായ സംഭവം റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ചു എന്നുള്ള വാർത്തയാണ്. അതായത് ഈ സുരക്ഷ നൽകേണ്ട ഉദ്യോഗസ്ഥന് പോലും രക്ഷയില്ലെന്ന് കാണുമ്പോൾ നമ്മുടെ സംവിധാനത്തിന്റെ ഒരു പരാജയം എത്രത്തോളം ആഴത്തിലാണ് ലക്ഷറി മോഡലിൽ നടക്കുമെന്ന അവസ്ഥ മാറണ്ടേ? കാരണം റെയിൽവേക്ക് ഏറ്റവും കൂടുതൽ ശരാശരി വരുമാനം ദിവസവും നേടിക്കൊടുക്കുന്ന വലിയൊരു വിഭാഗം ആളുകളുണ്ട്. ദൈനംദിന തൊഴിൽ സംബന്ധിച്ച് പോകുന്ന ആളുകൾ, വിദ്യാർത്ഥികൾ, അല്ലെങ്കിൽ അങ്ങനെ ഉള്ള ആളുകൾ വലിയൊരു വിഭാഗമാണ്. അപ്പോൾ അവരെ കൂടി തൃപ്തിപ്പെടുത്തി അവരുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകി എന്ത് മാറ്റം കൊണ്ടുവരുത്താൻ ഇമ്മീഡിയറ്റ്, കാരണം നമ്മളൊക്കെ പറഞ്ഞ് നൂലാമാലകളിലൊക്കെ ചവിട്ടി പോകുന്നതിനപ്പുറത്തേക്ക് സ്റ്റേറ്റിനും കൂടി ഉത്തരവാദിത്തമുണ്ട്. സ്റ്റേറ്റിന്റെ ആളുകളാണ്. അപ്പോൾ അവരുടെ ജീവനും സുരക്ഷയ്ക്കും ഉത്തരവാദിത്തം ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് വരുന്നത് സ്റ്റേറ്റിനാണ്. സ്റ്റേറ്റിന് ഇക്കാര്യത്തിൽ റെയിൽവേയിൽ സമ്മർദ്ദം ചെലുത്താൻ കഴിയില്ലേ? തീർച്ചയായിട്ടും നമ്മുടെ ഈ സ്റ്റേറ്റ് പോലീസിലെ റെയിൽവേ വിഭാഗം വളരെ ശക്തമാക്കേണ്ട സമയം അതിക്രമിച്ചെന്നാണ്. ഒരു പക്ഷേ ഈ ക്രൈം ഉണ്ടാകുമ്പോൾ അതിൽ കേസെടുക്കുന്നു, നടപടിയെടുക്കുന്നു, അന്വേഷിക്കുന്നു, കുറ്റച്ചാർട്ട് കൊടുക്കുന്നു, ശിക്ഷിക്കുന്നു എന്നതിൽ കവിഞ്ഞ് ഈ ക്രൈം എങ്ങനെ ഉണ്ടാവാതിരിക്കാം എന്നുള്ളതിൻ്റെ പ്രതിരോധമാണ് റെയിൽവേ പോലീസും RPFും ആദ്യം ചെയ്യേണ്ടത്. അതിന് അടിയന്തരമായി തന്നെ ഓരോ ബോഗിയിലും ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ തന്നെ ആവശ്യമാണ്. അത് എത്രയും പെട്ടെന്ന് നടപ്പാക്കേണ്ടതിൻ്റെ അനിവാര്യതയാണ് ഓരോ ദിവസവും പുറത്തു വരുന്ന ഈ സംഭവങ്ങൾ. തീർച്ചയായും അപ്പോൾ ഒരു ഇനിഷ്യേറ്റീവ് സർക്കാർ എടുക്കണം. സർക്കാർ ഒരു പ്രയോറിറ്റിയായി ഈ വിഷയത്തെ കണ്ടുകൊണ്ട് ഇങ്ങനെ പോയാൽ നടക്കുന്നില്ല. നമ്മുടെ നമ്മുടെ സഹോദരിമാർ, നമ്മുടെ അമ്മമാർ, നമ്മുടെ മക്കൾ, പെൺമക്കൾ, ഇവർക്കൊക്കെ സുരക്ഷ വളരെ പ്രധാനമാണ്. അവർക്ക് സ്വൈര്യമായി അവർക്ക് ട്രെയിനിൽ യാത്ര ചെയ്യാൻ കഴിയണം, നെഞ്ചിടിപ്പില്ലാതെ. ആ നിലയിലേക്ക് ഈ വിഷയത്തെ മാറ്റുകയും ചിന്തിക്കുകയും നടപടിയെടുക്കുകയും വേണമെന്നാണ് നമ്മുടെ നിലപാട്.